കോറോ ഹെൽത്തിലെ പിരിച്ചുവിടലിന് സമാനമായി കൊച്ചിയിൽ വീണ്ടും കൂട്ടപ്പിരിച്ചുവിടൽ. ശമ്പളമോ മറ്റ് ആനുകൂല്യങ്ങളോ ലഭ്യമാക്കാതെ 300-ലധികം ജീവനക്കാരെയാണ് ടാൽറോപ്പ് കമ്പനി ഉടൻ പിരിഞ്ഞു പോകാൻ ആവശ്യപ്പെട്ടിരിക്കുന്നത്. എഐയുടെ കടന്നുവരവ് മൂലം കമ്പനി പൂട്ടുകയാണെന്ന് കമ്പനി ഉടമകളുടെ വിശദീകരണം. മെയ് 31-നകം ജോലിയിൽ നിന്ന് പിരിഞ്ഞു പോകണമെന്ന് അറിയിച്ചുകൊണ്ടാണ് ടാൽറോപ്പിന് കീഴിലുള്ള 21-ലധികം ഉപകമ്പനികളിലെ ജീവനക്കാർക്ക് നോട്ടീസ് ലഭിക്കുന്നത്. അങ്ങനെയെങ്കിൽ ഒരു വർഷത്തിനടുത്തായി മുടങ്ങിക്കിടക്കുന്ന ശമ്പളം, വിടുതൽ ആനുകൂല്യങ്ങൾ എന്നിവ കൂടി ലഭ്യമാക്കാമെന്നും കമ്പനിയുടെ ഉറപ്പ്. എന്നാൽ മാസങ്ങൾ പിന്നിട്ടിട്ടും വാഗ്ദാനങ്ങൾ പാലിക്കപ്പെട്ടില്ല എന്ന് മാത്രമല്ല, ജീവനക്കാരുടെ ചോദ്യങ്ങളോട് പോലും മുഖം തിരിച്ചതോടെയാണ് ഇവർ പരസ്യ പ്രതിഷേധവുമായി രംഗത്തെത്തിയത്. എനിക്കൊക്കെ 11 മാസത്തെ സാലറി കിട്ടാനുണ്ട്. കഴിഞ്ഞ മെയ് 31 മുതൽ എല്ലാവരും ഇതിനു വേണ്ടിയിട്ടുള്ള നിയമപരമായിട്ടുള്ള പോരാട്ടത്തിലാണ്. പക്ഷേ അതൊന്നും ഒരു ഫലം കണ്ടില്ല. പലരിൽ നിന്നും നിക്ഷേപം സ്വീകരിച്ചുകൊണ്ടായിരുന്നു സ്റ്റാർട്ടപ്പ് ഇക്കോസിസ്റ്റം വികസിപ്പിക്കുന്ന കമ്പനിയായ ടാൽറോപ്പിന്റെ പ്രവർത്തനം. ഈ നിക്ഷേപങ്ങൾക്കായി ജീവനക്കാരെ കൂടി ഉപയോഗപ്പെടുത്തിയിരുന്നതായും ഇവർ കുറ്റപ്പെടുത്തി. ടോട്ടലി ഈ കമ്പനി റൺ ചെയ്യുന്നത് ഇൻവെസ്റ്റ്മെന്റിലൂടെ മാത്രമാണ്. ഒരു പ്രൊഡക്റ്റോ ഒന്നും ഒരു സർവീസോ ഇത് കൊടുക്കുന്നില്ല. അപ്പോൾ ഈ ഫണ്ട് വരാതെ ആയപ്പോൾ, ഈ സോഷ്യൽ മീഡിയയിൽ പ്രശ്നമായപ്പോൾ ഇൻവെസ്റ്റേഴ്സ് റീഫണ്ട് ചോദിച്ചു തുടങ്ങി. ആശയക്കുഴപ്പത്തിലാക്കുന്ന രീതിയിലുള്ള കുറേ കാര്യങ്ങൾ പറഞ്ഞിട്ട് ഇവരെന്ത് ചെയ്തു, കമ്പനി കുറച്ച് നിർത്തി. ഇനി ഇൻവെസ്റ്റ്മെന്റ് വാങ്ങുന്നില്ല, ഇൻസ്റ്റിറ്റ്യൂഷൻ ഫണ്ട് വരാമണാണ്, GCC ഫണ്ട് വരാമണ, അങ്ങനെയാണെന്നൊക്കെ പറഞ്ഞു. ജീവനക്കാരെ കൂട്ടത്തോടെ പിരിച്ചുവിട്ട സംഭവം ഗൗരവമായി കാണുന്നതായും ജീവനക്കാരുടെ അവകാശങ്ങൾക്കൊപ്പമാണെന്നും യുവജന പ്രസ്ഥാനമായ DYFIയും അറിയിച്ചു. തൊഴിൽ വകുപ്പുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് അവർ പരാതി ഉൾപ്പെടെ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ മറ്റു കാര്യങ്ങളെ സംബന്ധിച്ച് അന്വേഷിച്ച് DYFI ഈ തൊഴിലാളികളുടെ പ്രശ്നം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് അവരോടൊപ്പം ഉണ്ടാകും. ടാൽറോപ്പിന് കീഴിൽ ജോലിയിൽ പ്രവേശിപ്പിച്ച ശേഷം അനുബന്ധ കമ്പനികളിലേക്ക് മാറ്റി നിയമിക്കുന്നത് വഴി നിയമത്തിന്റെ കണ്ണുവെട്ടിക കൂടിയായിരുന്നു കമ്പനിയെന്നാണ് ജീവനക്കാരുടെ ആരോപണം. IT വിദ്യാഭ്യാസ മേഖലകളെ ചുറ്റിപ്പറ്റിയുള്ള ഇത്തരം പ്രതിസന്ധികൾ മറികടക്കാൻ നിയമനിർമ്മാണം വേണമെന്നാണ് ജീവനക്കാരുടെ ആവശ്യം. മീഡിയ 1 കൊച്ചി.